തൃശൂർ പൂരം കലക്കലിൽ ത്രിതല അന്വേഷണത്തിനാണ് സർക്കാർ തയ്യാറെടുക്കുന്നത്. ADGP MR അജിത്കുമാറിന്റെ വീഴ്ചകൾ പരിശോധിക്കാൻ DGP ചുമതലപ്പെടുത്തി. പൂരവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ വീഴ്ചകൾ ഇന്റലിജൻസ് ADGP മനോജ് എബ്രഹാമും ഗൂഢാലോചന സംബന്ധിച്ച് ക്രൈംബ്രാഞ്ച് മേധാവി H വെങ്കടേഷും അന്വേഷണം നടത്തുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പൂരം അട്ടിമറിക്കാൻ ശ്രമങ്ങൾ നടന്നെന്നും വ്യക്തമായ ലക്ഷ്യത്തോട് ആസൂത്രണം ചെയ്ത കാര്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായതായി സംസ്ഥാന പോലീസ് മേധാവി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ അതേക്കുറിച്ച് പരിശോധിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന പോലീസ് മേധാവിയെ മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ADGP MR അജിത്കുമാറിനെതിരെ ഉടൻ നടപടിയില്ല. ADGPക്കെതിരെ പരിശോധന നടന്ന് വീഴ്ച എന്തെന്ന് കൃത്യമായ റിപ്പോർട്ട് കിട്ടണമെന്നായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മുഖ്യമന്ത്രിയുടെ മറുപടി. ഇത് സംരക്ഷണത്തിൻ്റെ പ്രശ്നമല്ല. ഒരു ഉദ്യോഗസ്ഥനെ ആ സ്ഥാനത്ത് നിന്ന് എന്തെങ്കിലും നടപടിയെടുക്ക് വിധേയനാക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കൃത്യമായ റിപ്പോർട്ട് വേണം. ആ റിപ്പോർട്ടിനാണ് കാത്തു നിൽക്കുന്നത്. ആ റിപ്പോർട്ട് ലഭിക്കട്ടെ. സലീം മാലിക്കാണ് ഒരുങ്ങുന്നത്. സലീം, എനിക്ക് തോന്നുന്നു ആദ്യമായി ഇത് പൂരം കലക്കിയതാണ്, അത് രാഷ്ട്രീയ താല്പര്യത്തിനു വേണ്ടി കലക്കിയതാണ് എന്ന് മുഖ്യമന്ത്രി അന്വേഷണ റിപ്പോർട്ടിൽ സ്ഥിരീകരിക്കുന്നു എന്ന പ്രത്യേകത ഉണ്ടായി. ആ പൂരം കലക്കിയതിൽ ഈ ADGP MR അജിത്കുമാറിന് വീഴ്ച സംഭവിച്ചു എന്ന് DGP കൊടുത്ത റിപ്പോർട്ടിലുണ്ട് എന്ന് മുഖ്യമന്ത്രി പറയുന്നു. പക്ഷേ അത് പിന്നെയും DGP പരിശോധിക്കണം എന്ന് പറഞ്ഞാൽ ADGP MR അജിത്കുമാർ വീഴ്ച പറ്റിയെന്ന് പറയുമ്പോൾ അത് പിന്നെയും DGP വീണ്ടും പരിശോധിക്കുകയാണ്. ആ പരിശോധന കാലത്തൊക്കെ ADGP സ്ഥാനത്ത് മാറ്റമില്ലാതെ അജിത് കുമാർ തുടരും. സലീം. ഹാഷ്മി, ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ഒരു മണിക്കൂർ നീണ്ട വാർത്താ സമ്മേളനത്തിനിടയിൽ ADGP MR അജിത്കുമാറിനെ തീർത്തും സംരക്ഷിക്കുന്ന ഒരു നിലപാട് മുഖ്യമന്ത്രി സ്വീകരിച്ചു എന്നുള്ളത് മാത്രമല്ല, മുഖ്യമന്ത്രി ഈ വാർത്താ സമ്മേളനത്തിനിടയിൽ പലകുറി പറഞ്ഞ കാര്യം തൻ്റേത് ശരിയായ നിലപാടാണ് എന്നുള്ളതാണ്. പക്ഷേ ആ നിലപാട് എന്താണ് എന്നുള്ള കാര്യത്തിൽ വല്ലാത്ത ക്ലാരിറ്റി കുറവ് ഇപ്പോഴും ഉണ്ട് താനും. കാരണം അതിലെ രണ്ട് വിഷയങ്ങളാണ് ഏറ്റവും പ്രധാനമായും ഉന്നയിച്ച. ഒന്ന്, ADGP MR അജിത്കുമാറിനെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിന് MR അജിത്കുമാറിനെതിരെ നടപടിക്ക് ഒരു സൂചനയും മുഖ്യമന്ത്രി നൽകുന്നില്ല എന്നുള്ളതാണ്. പലതവണ ആവർത്തിച്ച് ചോദിക്കുമ്പോഴും ഏതെങ്കിലും തരത്തിൽ അന്വേഷണ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രം പരിശോധിക്കാം എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതേ മുഖ്യമന്ത്രി തന്നെ പറയുന്നുണ്ട് തൃശൂർ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ചില പിഴവുകൾ ഉണ്ടായിട്ടുണ്ട്, ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് DGP സമർപ്പിച്ച റിപ്പോർട്ടിൽ MR അജിത്കുമാറിന് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത് എന്നും പറയുന്നു. അതിനുശേഷം അതേ മുഖ്യമന്ത്രി പറയുന്നു അതേ DGPയോട് വീണ്ടും അന്വേഷിച്ചൊരു റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 30 ദിവസമാണ് സമയപരിധി കൊടുത്തിട്ടുള്ളത്. ഇന്ന് ആ സമയപരിധി അവസാനിക്കുകയാണ്. അതിനുശേഷം ആ ദിവസം തന്നെ ആ റിപ്പോർട്ട് കിട്ടുമോ എന്ന് നോക്കാം എന്നൊക്കെ ഒരു പരിഹാസ സ്വഭാവത്തിലാണ് മുഖ്യമന്ത്രി ആ വിഷയത്തിൽ പോലും മറുപടി പറയുന്നത്. അതായത് MR അജിത്കുമാറിനെതിരെ ഏതെങ്കിലും ഒരു തരത്തിൽ നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രിക്ക് താല്പര്യമില്ല എന്നത് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ശരീരഭാഷയിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ അതിനപ്പുറത്തേക്ക് ഗുരുതരമായ പരാമർശങ്ങൾ തന്നെ സ്വാഭാവികമായി MR അജിത്കുമാറിനെതിരെ DGPയുടെ റിപ്പോർട്ടിൽ ഉണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഉണ്ടായാൽ അങ്ങനെയെങ്കിലും ഏറ്റവും ഒടുവിലെങ്കിലും ഏതെങ്കിലും നിലയിലുള്ള നടപടി MR അജിത്കുമാറിനെതിരെ ഉണ്ടാകുമോ എന്നുള്ളതും നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. മാത്രമല്ല, മറ്റൊരു വൈരുദ്ധ്യം മുഖ്യമന്ത്രിയുടെ ഈ വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ട്, മുഖ്യമന്ത്രി PR ഏജൻസി വിവാദത്തിൽ PR ഏജൻസിയുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് ഒരു ബന്ധവുമില്ല, താനോ സർക്കാരോ ഏതെങ്കിലും തരത്തിൽ ഒരു PR ഏജൻസിയെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് അർത്ഥശങ്കകൾക്കിടയില്ലാതെ മുഖ്യമന്ത്രി പറയുന്നു. പക്ഷേ അതേ മുഖ്യമന്ത്രിയോട് തന്നെ മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് നമ്മളൊക്കെ ചോദിച്ചത് ഏതെങ്കിലും തരത്തിൽ കേസെടുക്കുമോ അതല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് പരാതിയുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് ആവർത്തിച്ച് ചോദിച്ചത്. അപ്പോഴൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞത് അത് ഈ കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിന്നും വളരെ ബുദ്ധിപൂർവ്വമായി, വളരെ കൗശലപൂർവ്വമായി മാധ്യമപ്രവർത്തകരെ പരിഹസിച്ചും ചിരിച്ചുമൊക്കെ ആ ചോദ്യത്തിൽ നിന്ന് വഴുതി മാറുകയായിരുന്നു. ഏറ്റവും ഒടുവിലും ആ ചോദ്യം അത് അങ്ങനെ തന്നെ ആവർത്തിച്ചപ്പോൾ വളരെ ദേഷ്യത്തിൽ മുഖ്യമന്ത്രി അതിന് മറുപടി പറയുന്നതല്ലാതെ കേസെടുക്കുമോ ഇല്ലയോ എന്നുള്ള ഒറ്റ വരി മറുപടി മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയുന്നില്ല. അതേ മുഖ്യമന്ത്രി തന്നെ പറയുന്നു ഹിന്ദു പത്രം അതിൻ്റെ മര്യാദ കാണിച്ചു എന്നുള്ളതാണ്. അതായത് മുഖ്യമന്ത്രി പറയുന്നത് താൻ മലപ്പുറവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം
പരാമർശവും നടത്തിയില്ല എന്ന് പറയുന്നു. പക്ഷേ ഹിന്ദുവിൽ അത് അച്ചടിച്ചു വന്നു. അത് അവർക്ക് തെറ്റായി വന്നതാണ് എന്ന മര്യാദ ഹിന്ദു പത്രം കാണിച്ചു. പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ നിങ്ങൾ അങ്ങനെ കാണിക്കുമോ എന്നൊരു ചോദ്യം മാധ്യമപ്രവർത്തകരോടായി ചോദിക്കുന്നു. അങ്ങനെ പരസ്പര വിരുദ്ധമായി തന്നെയാണ് മുഖ്യമന്ത്രി ഈ വിഷയങ്ങളിൽ, ഈ രണ്ട് വിഷയത്തിലെയും നിലപാടും ഒപ്പം തന്നെ തുടർന്ന് സ്വീകരിക്കുന്ന നടപടി എന്തെന്ന ചോദ്യത്തിനുള്ള മറുപടിയും പറഞ്ഞത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. മാത്രമല്ല, ഇന്ന് നമ്മൾ ഈ മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം വിളിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത് മുഖ്യമന്ത്രി ഈ വിഷയത്തിലൊക്കെയും വല്ലാത്തൊരു നിലപാട് പ്രഖ്യാപിക്കും എന്നുള്ളത് തന്നെയാണ്. അത് എം.ആർ. അജിത് കുമാറിനെതിരായ നടപടിയായാലും ശരി, ഈ PR ഏജൻസി വിവാദത്തിൽ മുഖ്യമന്ത്രി പ്രതിരോധത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനൊരു ക്ലാരിറ്റി വരുത്തും എന്നതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ ഇത് രണ്ടും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ച് മുഖ്യമന്ത്രിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്നതിനപ്പുറത്തേക്ക് ഒന്നും ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല. മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനം ആദ്യത്തെ 20 മിനിറ്റ് സംസാരിച്ചതല്ലാതെ മറ്റൊന്നും പുതുതായി ഒന്നും പറയാൻ മുഖ്യമന്ത്രി തയ്യാറായതുമില്ല. PV അൻവർ MLA ഉയർത്തിയ വിവാദങ്ങളിൽ പോലും ആദ്യ ദിവസത്തേതിന് സമാനമായി PV അൻവർ MLA പരിഹസിക്കുന്ന ഒരു നിലപാട് മാത്രമാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. അതിനപ്പുറത്തേക്ക് ഒരു ശക്തമായ ആ വിഷയത്തിൽ PV അൻവറിന് പോലും മറുപടി കൃത്യമായി പറയാൻ മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല. അങ്ങനെ സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാവുന്ന ചില ക്ലാരിറ്റികളുണ്ട്, ഓരോ വിഷയങ്ങളിലുമുള്ള ക്ലാരിറ്റികളുണ്ട്. അത്തരത്തിലുള്ള ക്ലാരിറ്റികൾ പോലും ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായില്ല എന്നുള്ളതാണ്. അത് ആ 1 മണിക്കൂർ നീണ്ട വാർത്താ സമ്മേളനത്തിലും ആവർത്തിച്ചുള്ള ചോദ്യത്തിനും മുഖ്യമന്ത്രിക്ക് പറയാനുള്ള കാര്യങ്ങൾ മാത്രം പറയുന്നു എന്നത് മാത്രമാണ് വ്യക്തമാക്കിയത്. മാത്രമല്ല, ഈ PR ഏജൻസിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ PR ഏജൻസിക്കും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കുമായി ചിലവഴിച്ച തുകയുടെ കണക്കുകൾ ഉൾപ്പെടെ പുറത്തു വരുന്ന സാഹചര്യം നിലവിലുണ്ട്. ആ സാഹചര്യത്തിലും മുഖ്യമന്ത്രി പറയുന്നത് തനിക്ക് ഒരു PR ഏജൻസിയുമില്ല, PR ഏജൻസിയുമായി ബന്ധപ്പെട്ട് ഒരു തുകയും മുടക്കിയിട്ടില്ല എന്ന് മാത്രമാണ്. TK ദേവകുമാറിന്റെ മകൻ അറേഞ്ച് ചെയ്ത ഒരു ഇന്റർവ്യൂ ആണ്. പക്ഷേ ആ അഭിമുഖത്തിൽ അതൊരു PR ഏജൻസിയുടേതായിരുന്നില്ല. പാർട്ടി പാരമ്പര്യമുള്ള, തനിക്ക് പരിചയമുള്ള ചെറുപ്പക്കാരനായതിനാൽ ഹിന്ദു പത്രത്തിന് അത്തരത്തിലൊരു അഭിമുഖം താൻ കൊടുത്തു എന്ന് മാത്രമാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതിനുശേഷം മുഖ്യമന്ത്രി പറയുന്ന ഒരു വളരെ വിചിത്രമായ ഒരു ന്യായീകരണം, അത് ഈ ഇന്റർവ്യൂ നടക്കുന്ന, അഭിമുഖം നടക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയുമായി ഹിന്ദു പത്രം അഭിമുഖം നടക്കുമ്പോൾ കേരള ഹൗസിലേക്ക് മറ്റൊരാൾ കൂടി ആ സമയത്ത് അവിടേക്ക് കടന്നു വന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറയുന്നത്. പക്ഷേ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, സാധാരണഗതിയിൽ നമുക്ക് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മുഖ്യമന്ത്രി അഭിമുഖമേ തരാറില്ല. ഇനി അഥവാ അങ്ങനെ ഒരു അഭിമുഖം തന്നാൽ തന്നെ അതിൽ മുഖ്യമന്ത്രി വളരെ പരിമിതപ്പെടുത്തിയ ആളുകളെയാണ് അവിടേക്ക് പ്രവേശിപ്പിക്കുക. അങ്ങനെ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പോലും പോകാൻ വല്ലാതെ മാധ്യമങ്ങൾ ഉൾപ്പെടെ വല്ലാതെ വിയർക്കുന്ന ഒരു സമയത്ത്, മുഖ്യമന്ത്രി അഭിമുഖം കൊടുക്കുന്ന സമയത്ത് അവിടേക്ക് ഈ പറയപ്പെട്ട TK ദേവകുമാറിന്റെ മകനുണ്ടായിരുന്നു, ഒപ്പം തന്നെ ഹിന്ദു പത്രത്തിൽ നിന്ന് വന്ന ലേഖികയുണ്ടായിരുന്നു. അതിനിടയിൽ ഒരാൾ കടന്നു വന്നു എന്നൊരു ന്യായീകരണമാണ് മുഖ്യമന്ത്രി പറയുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വാർത്താ സമ്മേളനത്തിന് ശേഷം നമുക്ക് സ്വാഭാവികമായും ഉയർന്നു വരുന്ന ഒരു ചോദ്യം, മലപ്പുറമായി ബന്ധപ്പെട്ട പരാമർശം മുഖ്യമന്ത്രി നടത്തിയത് തന്നെയാണോ എന്ന് പോലും സംശയം തോന്നിപ്പിക്കുന്ന നിലയിലാണ് മുഖ്യമന്ത്രി അതിനെ മറുപടി പറഞ്ഞത്. കാരണം അത് അങ്ങനെ അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് അവരോട് കേസെടുക്കുന്നില്ല? വളരെ സിമ്പിളായ ഒരു ചോദ്യമാണ്. നമുക്ക് തന്നെ ഒറ്റ വാക്കിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയോട് നമ്മൾ അത് ആവർത്തിച്ച് ചോദിച്ചു. അതിൽ ഒരു കോംപ്ലിക്കേഷനുമില്ല, വളരെ സിമ്പിളാണ്, ഡയറക്റ്റായ ക്വസ്റ്റ്യൻ ആണ്. മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു വിവാദം അത് അങ്ങ് പറഞ്ഞതല്ല എന്ന് അങ്ങ് പറയുന്നു. ഹിന്ദു പത്രം അതിൻ്റെതായ ഒരു വിശദീകരണം വരുന്നു, അത് PR ഏജൻസി പറഞ്ഞതിന് ശേഷം നടപടി ഉണ്ടാകും ചോദിച്ചാൽ നടപടി ഉണ്ടാകും, അല്ലെങ്കിൽ പരിശോധന ഉണ്ടാകും, അല്ലെങ്കിൽ അന്വേഷണം ഉണ്ടാകും, അല്ലെങ്കിൽ അവരെ കയ്യാമം വെച്ച് നാട്ടിൽ നിർത്തും എന്ന് സാധാരണഗതിയിൽ മുഖ്യമന്ത്രി, അല്ലെങ്കിൽ നശീകരണ മാധ്യമ പ്രവർത്തനം തുടങ്ങിയ സാധാരണഗതിയിൽ മുഖ്യമന്ത്രി പറയാറുള്ള ഈ പറഞ്ഞ ടെർമിനോളജി ഒന്നും ഉണ്ടായില്ല, ഈ പറഞ്ഞ വാക്കിൻ്റെ മൂർച്ച ഒന്നും ഉണ്ടായില്ല. ഹിന്ദുവിനെതിരെ പറയുമ്പോൾ പോലും പഞ്ചസാര പാലമുട്ട എന്ന് പറയുമ്പോൾ വളരെ മാർദ്ദവമുള്ള പ്രതികരണം മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടാകുന്നു. ഇപ്പോൾ നടപടി ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഉണ്ടാകും അല്ലെങ്കിൽ ഉണ്ടാകില്ല എന്ന് കൃത്യമായി പറയാൻ കഴിയുന്ന വിഷയത്തിൽ ഉരുണ്ട് കളിക്കുക എന്നൊരു വാക്ക് മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞത് ശരിയാണോ എന്നറിയില്ല.